മനുഷ്യ കഥാനുഗായികൾ എന്ന രണ്ടാം യൂണിറ്റിലെ ആദ്യ പാഠമായ അമ്മ, വൈക്കം മുഹമ്മദ് ബഷീർ. അമ്മ എന്ന കഥയിലെ ബഷീറിൻ്റെ വൈവിധ്യമാർന്ന മുഖങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. വാത്സല്യം തുളുമ്പുന്ന പുത്രൻ, ദേശസ്നേഹം പുലർത്തുന്ന വിദ്യാർത്ഥി. ദേശസ്നേഹമാണ് ബഷീറിനെ വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചത്. സ്വാതന്ത്ര്യസമര സേനാനി, സമാനതകളില്ലാത്ത മാതൃസ്നേഹത്തിൻ്റെ മുന്നിൽ അത്ഭുതപ്പെടുന്ന മകൻ. ഗാന്ധിജിയോടുള്ള ആരാധന. കൗമാരക്കാരിലെ സുഖസങ്കല്പങ്ങളിൽ നിന്നും മാറി ദേശസ്നേഹത്തിൻ്റെ മുൾപടർപ്പുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ബഷീറിൻ്റെ താൽപ്പര്യം. ബഷീർ എന്ന എഴുത്തുകാരനേക്കാൾ ബഷീർ എന്ന ദേശസ്നേഹിയും മാതൃസ്നേഹിയും കഥയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നു. ശക്തമായ ദേശഭക്തി കുട്ടിക്കാലം മുതലേ ബഷീറിനുണ്ടായിരുന്നെന്ന് കഥയിൽ കാണാം. സ്വന്തം മാതാവിനെ സംരക്ഷിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതുപോലെ മാതൃരാജ്യത്തെയും ഭക്തിയോടുകൂടി കാണണം എന്ന മഹത്തായ ചിന്ത പാഠഭാഗം പങ്കുവയ്ക്കുന്നു. കുടുംബ ബന്ധങ്ങൾക്കെല്ലാം മേലെയായിരുന്നു ബഷീറിന് രാജ്യസ്നേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക ഗാന്ധിജിയായിരുന്നു. ആരാധ്യ പുരുഷനായാണ് ഗാന്ധിയെ ബഷീർ കണ്ടിരുന്നത്. വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗാന്ധിജിയെ സ്പർശിക്കാൻ ഇടയായതിനെ തൻ്റെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തമായിട്ടാണ് അദ്ദേഹം കണ്ടത്. ത്യാഗനിർഭരമായ അനുഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടും സ്വാതന്ത്ര്യ സമരത്തിൽ അവസാനം വരെ ആവേശത്തോടെ പങ്കാളിയാവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഗാന്ധിജിയോടുള്ള ആരാധന മാത്രമായിരുന്നു. പ്രാദേശിക ഭാഷാ സൗകുമാര്യം ബഷീർ രചനകളുടെ മുഖമുദ്രയാണ്. കഥ എഴുതുകയല്ല, പറയുകയാണ് അദ്ദേഹം. അനുഭവങ്ങളുടെ സമ്പന്നത മൂലമാണ് ഇതിന് അദ്ദേഹത്തിന് സാധിക്കുന്നത്. ഈ സവിശേഷമായ രചനാശൈലി തന്നെയാണ് ബഷീർ രചനകളെ വ്യത്യസ്തമാക്കുന്നത്. ഒരു ബഷീറിയൻ ശൈലി തന്നെ അദ്ദേഹം മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്യുകയുണ്ടായി.